കൊടുക്കണം. കറിവേപ്പില മാറുമ്പോൾ തിളക്കണം. കൂടെ പിടിക്കണം. ഇതെടുത്താൽ മതിയായത് പേസ്റ്റ് കേട്ടല്ലാണ് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പൊക്കി പിടിക്കണം ചെയ്യും. കുരുമുളക് മതി. ഇതിന്റെ പിന്നിലായാലും മതി. വേഗം കാണാൻ പറ്റും. എടുത്തിട്ട് ഇപ്പഴേ അട വെക്കില്ല. കറി ഇട്ട് മാറിയിട്ടല്ലേ വെക്കുന്നു. അതെല്ലാം പോവാണ് തുടങ്ങി പോകും. എല്ലാം കേട്ടോ ഇതിങ്ങനെ സവാളയും എല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ചെടുത്ത് നമ്മൾ ഈ അരപ്പ് വരട്ടി ഇട്ടേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടിടുക. അരപ്പ് വരട്ടി ഇട്ടേക്കുന്ന ചിക്കൻ അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നമ്മളത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതെല്ലാം ആക്കി വരട്ടി കൊടുക്കണം. അരപ്പ് വരട്ടി ചിക്കൻ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് എല്ലാം അതെല്ലാം വാടി ഒരു വെറും കളറാവും. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനാണ് ഇത്രയും വേവാനുള്ള വെള്ളം ഇത്രയും വേണം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അവിടെ നീങ്ങുന്നത് ഇത് നമ്മള് ചിക്കൻ ഇനി പൊരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ മസാലയൊക്കെ പുരട്ടി ചിക്കൻ നമ്മളിനി അത് പൊരിക്കാൻ വേണ്ടി നമ്മൾ മസാലയും ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിലോ വെക്കണം. അപ്പൊ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പൊരിച്ച് കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സ്വാദ് നമുക്ക് സാധനം രുചിയും മണവും ഗുണവും എല്ലാം കിട്ടും. നമ്മൾ ഇച്ചിരി അരപ്പ് പുരട്ടി ഫ്രീസറിൽ വെക്കണം.